നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ഒരു സമ്പൂർണ്ണ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുന്നൊരു പദ്ധതി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നടക്കാത്ത സ്വപ്നം പോലെ തോന്നാം, അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതുപോലൊരു അതിമോഹമായ നിർദ്ദേശമാണ്. അതിന്റെ പേരാണ് ദി ഡിവിൻ ഫോഴ്സ് 123. അപ്പോൾ ഈ ഒരു ആശയം തുടങ്ങുന്നത് തന്നെ വളരെ ഗൗരവമുള്ളൊരു മുന്നറിയിപ്പോടെയാണ്. അതായത് മനുഷ്യൻ ഒരു വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഈ ഭൗതിക രാഷ്ട്രീയം, പിന്നെ ഈ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമില്ലേ, ഇതെല്ലാം കൂടി നമ്മുടെ ആത്മീയമായ അറിവിനെ മറികടന്നിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു സാധാരണ പരിഹാരം പോരാ, വളരെ വ്യത്യസ്തമായ ഒന്നു തന്നെ വേണമെന്ന് ഈ രേഖ തുടക്കത്തിലേ പറയുന്നുണ്ട്. ഈ വലിയ കാഴ്ചപ്പാട് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഇവർ പറയുന്ന ഈ ലോകം നേരിടുന്ന പ്രതിസന്ധി അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, അല്ലേ? ശരി. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ലോകം ഒരു നിർണായക ഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് ഈ ആഗോള പ്രതിസന്ധി? നമുക്കതിലേക്ക് കടക്കാം. ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ലോകം ഒരു മഹാവിനാശത്തിന്റെ വക്കിലാണ് എന്നതാണ്. ഒരു വലിയ ദുരന്തം. നമ്മുടെ നിയന്ത്രണമില്ലാത്ത ഈ സംഘർഷങ്ങളുണ്ടല്ലോ, അതാണ് നമ്മളെ അങ്ങോട്ട് തള്ളിവിടുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് മൂലകാരണങ്ങൾ? ഒന്ന്, അമേരിക്ക, റഷ്യ, ചൈന, ഈ വൻശക്തികൾ തമ്മിലുള്ള മത്സരം കൂടി വരുന്നു. പിന്നെ റഷ്യ-യുക്രൈൻ യുദ്ധം, ചൈന-തായ്വാൻ പ്രശ്നം, ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അതിലും വലുതാണ് ആണവ, ജൈവ, രാസായുധങ്ങളുടെ ഭീഷണി. ഇതിനെ ഒരു കൂട്ട ആത്മഹത്യാ സംവിധാനമെന്നാണ് ഈ രേഖ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പേടിപ്പിക്കുന്നൊരു വാക്കാണത്. അവസാനമായി രാഷ്ട്രീയം എല്ലാത്തിനും മുകളിലായി ആത്മീയമായ ചിന്തകൾക്കൊരു വിലയുമില്ലാതായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഈ ഒരു അപകടത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രശ്നം ഇതാണ്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നത് 3 ഭാഗങ്ങളുള്ള ഒരു പരിഹാരമാണ്. അതിനെ അവർ വിളിക്കുന്നത് UB, UM, UD എന്നാണ്. ഇതൊരു പ്രകൃതിയുടെ പ്രതിഭാസം പോലെയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ അക്ഷരം UB, അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് അല്ലെങ്കിൽ സാർവത്രിക സാഹോദര്യം. എല്ലാത്തരം വേർതിരിവുകളും, ജാതി, മതം, രാജ്യം എല്ലാം മറന്ന് ലോകത്തുള്ള നല്ല ശക്തികളെല്ലാം ഒന്നാകണം. ആ ഒരു ഐക്യമാണ് ഇതിന്റെ ആദ്യത്തെ പടി. രണ്ടാമത്തേത് UM, യുണൈറ്റഡ് മാസ്റ്റേഴ്സ്. സത്യം പറഞ്ഞാൽ ഇതാണ് ഈ മുഴുവൻ പദ്ധതിയുടെയും ഒരു കേന്ദ്രബിന്ദു എന്ന് പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭ, അതായത് UN പോലെ, പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ആഗോള ഉപരിസഭ, ഒരു സ്പിരിച്വൽ കൗൺസിൽ. ഇനി മൂന്നാമത്തേത് UD, യൂണിവേഴ്സൽ ഡിസാർമമെന്റ്, സാർവത്രിക നിരായുധീകരണം. ഇതൊരു ഡയറക്റ്റ് ആക്ഷൻ പ്ലാനാണ്. രാഷ്ട്രീയക്കാരുടെ അമിതമായ അധികാരം കുറയ്ക്കുക, ഈ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം നിർത്തുക, അങ്ങനെ ഭൂമിയിലൊരു സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ പറയുന്ന യുണൈറ്റഡ് മാസ്റ്റേഴ്സ് നിലവിലുള്ള UN-ന് പകരമാണോ? ഒരു എതിരാളിയാണോ? അല്ല. അതാണ് രസം. ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് UN-നെ പൂർത്തിയാക്കുന്ന, അതിനൊരു പൂരകമായി പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈയൊരു താരതമ്യം നോക്കൂ, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഐക്യരാഷ്ട്രസഭയെ, അതായത് UN-നെ ഒരു ലൗകിക ശക്തിയോടാണ് ഉപമിക്കുന്നത്. എന്നാൽ ഈ പുതിയ സഭ, യുണൈറ്റഡ് മാസ്റ്റേഴ്സ്, അത് ശിവൻ അഥവാ ആത്മീയ ബോധമാണ്. ശിവനും ശക്തിയും പോലെ ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കുകയല്ല, രണ്ടും ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. അതേ ആശയമാണ് ഇവിടെയും. ഈ ഒരു ടേബിൾ നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ നോക്കൂ, UN-ന് ഒരു സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടെങ്കിൽ UM-ന് ഒരു സ്പിരിച്വൽ കൗൺസിൽ ഉണ്ടാവും. UN-ന് ജനറൽ അസംബ്ലി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പിരിച്വൽ അസംബ്ലി. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് പകരമായി ഒരു യൂണിവേഴ്സൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. UN പീസ് കീപ്പിംഗ് ഫോഴ്സിന് പകരമല്ല, അതിനെ സഹായിക്കാൻ ഒരു യൂണിവേഴ്സൽ ബോർഡർ റെസൊല്യൂഷൻ ഫോഴ്സ്. അങ്ങനെ UN-ന്റെ ഓരോ ഭാഗത്തിനും ഒരു ആത്മീയ കൗണ്ടർ പാർട്ട്. അതാണ് പ്ലാൻ. ഓക്കെ, ഇതെല്ലാം കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിനും ഉത്തരമുണ്ട്. കൃത്യമായ തീയതികളൊക്കെ വെച്ചുള്ള ഒരു 12 ഘട്ട ആക്ഷൻ പ്ലാൻ തന്നെ ഈ രേഖയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഈ പ്ലാൻ തുടങ്ങുന്നത് 2025 ഡിസംബറിലാണ്. അതും വളരെ വേഗത്തിൽ. ആദ്യം തന്നെ UN-ൽ ഈ വിനാശകാരിയായ ആയുധങ്ങൾക്കെതിരെ ഒരു ഗ്ലോബൽ എമർജൻസി പ്രഖ്യാപിക്കണം. പിന്നെ 2026 തുടക്കത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള 112 ആത്മീയ നേതാക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഫെബ്രുവരി ആവുമ്പോഴേക്കും ഈ UB, UM, UD തത്വങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിപ്പിച്ചു തുടങ്ങണം. അതുകഴിഞ്ഞ് മാർച്ചിൽ അമേരിക്ക, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങളെയും ഒരുമിച്ച് ഒരു ഓൺലൈൻ മീറ്റിംഗിൽ കൊണ്ടുവരണം. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ തന്നെ വളരെ നിർണായകമാണ്. അങ്ങനെ 2026 കടക്കുമ്പോൾ ഏപ്രിലിൽ ആണവായുധങ്ങളുള്ള 9 രാജ്യങ്ങളെയും ഒരുമിച്ചിരുത്തിയൊരു ചർച്ച. ജൂണിൽ എല്ലാ രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഒരു റിവ്യൂ മീറ്റിംഗ്.
സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഈ UBUM-UD എന്ന ആശയത്തിന് UN-ന്റെ ഒരു അനൗപചാരിക അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കണം. ഒടുവിൽ ഒക്ടോബറോടെ യുണൈറ്റഡ് മാസ്റ്റേഴ്സിനെ UN-ന്റെ ഒരു പൂരക ഘടനയായി അംഗീകരിപ്പിക്കുക. ഇതാണ് ഈ ഒരു വർഷത്തെ ടൈം ലൈൻ. ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പേര് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അപ്പോൾ ആരാണിതിന് മുൻകൈ എടുക്കേണ്ടത്? അതിനായി ലോകമെമ്പാടുമുള്ള ഒരുപാട് സ്വാധീനമുള്ള ആളുകളോട് ഈ രേഖ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ആരെയൊക്കെയാണ് വിളിക്കുന്നതെന്നല്ലേ? 1-2 പേരെയല്ല, കൃത്യമായി പറഞ്ഞാൽ 1008 പേരെ, 1008 വ്യക്തികളെയാണ് ഈ ഒരു ആത്മീയ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കാൻ ഇവർ ക്ഷണിക്കുന്നത്. ഈ ലിസ്റ്റിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കൂ. ആത്മീയ ഗുരുക്കന്മാരും പ്രഭാഷകരുമുണ്ട്, എഴുത്തുകാരുണ്ട്, വലിയ വലിയ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഗായകരും സംഗീതജ്ഞരും, മുൻപത്തെയും ഇപ്പോഴത്തെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും, ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ ഒരുമിപ്പിക്കുക. അതാണ് ലക്ഷ്യം. ശരി, അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ എന്താണ് അവസാനം സംഭവിക്കുക? എന്താണ് ഈ പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം? നമുക്കതിലേക്ക് നോക്കാം. ലക്ഷ്യം വളരെ വലുതാണ്. ഒരു സംഗം യുഗം അഥവാ ഒരു സുവർണ്ണ കാലഘട്ടം കൊണ്ടുവരിക. അതായത് യുദ്ധവും വഴക്കും ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഒരു പുതിയ ലോകം. അതാണ് സ്വപ്നം. ഈയൊരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, 2034 ആകുമ്പോഴേക്കും ഈ ലോകത്തുള്ള എല്ലാ കൂട്ടനശീകരണ ആയുധങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കണം. രണ്ടാമത്തേത്, നമ്മുടെ ഭൂമിയുടെ ആ ഒരു ബാലൻസില്ലേ, അത് തിരികെ കൊണ്ടുവരണം. ഈ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു പറുദീസയാക്കി മാറ്റണം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ രേഖ നമ്മളോടെല്ലാവരോടും ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയവും പട്ടാളവും മാത്രം മതിയോ? അതോ ഇതിനെല്ലാം ഒരു ആത്മീയമായ തലം കൂടി വേണ്ടേ? ഈ ഒരു സമീപനത്തിന് ആഗോള ഐക്യം കൊണ്ടുവരാൻ സാധിക്കുമോ? അതോ ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?